നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ 41ാമത്തെ DGPയായി ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ റവാഡ ചന്ദ്രശേഖർ ഇന്ന് രാവിലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനമെടുത്തത്. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി എത്തുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നാണ്. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. റവാഡ ചന്ദ്രശേഖറിനെ പോലീസ് മേധാവിയായി നിയമിക്കുന്നത് പട്ടികയിൽ ഒന്നാമനായ നിതിൻ അഗർവാളിനെ മറികടന്നാണ് എന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട്. ഈ ആരോപണത്തെ അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തെ എങ്ങനെ മറികടക്കുമെന്ന് വരും മണിക്കൂറുകൾ മാത്രമേ കാത്തിരുന്ന് കാണാം. പട്ടികയിൽ ഒന്നാമനായ നിതിൻ അഗർവാൾ നിലവിൽ സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണറാണ്. DGPമാരിൽ ഏറ്റവും സീനിയറായ നിതിൻ അഗർവാളിനും സാധ്യത കൽപ്പിച്ചിരുന്നു. പട്ടികയിൽ മൂന്നാമനായ യോഗേഷ് ഗുപ്തയ്ക്ക് സർക്കാരുമായുള്ള ബന്ധം മോശമായി. ഇത് യോഗേഷ് ഗുപ്തയ്ക്ക് തിരിച്ചടിയായി. അതേസമയം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയത് DIG ആയിരിക്കവെയാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറുമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ 41ാമത്തെ DGPയാണ് റവാഡ ചന്ദ്രശേഖർ. ഇന്ന് വൈകിട്ടാണ് നിലവിലെ DGP S ദർവേഷ് സാഹിബ് സ്ഥാനമൊഴിയുന്നത്. നിലവിൽ ഡൽഹിയിലുള്ള റവാഡ ചന്ദ്രശേഖർ വൈകിട്ടോടെ തിരുവനന്തപുരത്തെത്തും. കേന്ദ്ര അനുമതി കിട്ടിയാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വിമാനത്തിൽ ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ആകും റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുക്കുക. ഔദ്യോഗിക തീരുമാനം ഇന്നാണ് പുറത്തു വന്നതെങ്കിലും ശനിയാഴ്ച വൈകിട്ടോടെ സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പ് റവാഡ ചന്ദ്രശേഖറിന് കിട്ടിയിരുന്നു. 2 ആഴ്ച മുൻപ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി റവാഡ ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2008 റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര സർവീസിലേക്ക് മടങ്ങിയത്. കേന്ദ്രത്തിലായിരിക്കുമ്പോഴും സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി റവാഡ ചന്ദ്രശേഖർ നല്ല ബന്ധം പുലർത്തിയിരുന്നു. 2026 ജൂലൈ അവസാനം വരെയാണ് ചന്ദ്രശേഖറിന് സർവീസ്. എന്നാൽ സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ച് 1 വർഷം കൂടി അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി നീട്ടി നൽകാനാകും. സീനിയോറിറ്റിയും സർവീസ് രേഖകളും IB റിപ്പോർട്ടും പരിഗണിച്ചാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത്. അതേസമയം സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മുതിർന്ന CPM നേതാവ് P ജയരാജൻ. റവാഡ ചന്ദ്രശേഖറിനെ DGPയായി നിയമിച്ച ക്യാബിനറ്റ് തീരുമാനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് മേധാവിയുടെ വിഷയം രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമല്ലെന്നും സർക്കാർ തങ്ങൾക്ക് മുന്നിലെത്തിയ നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ തീരുമാനത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് സർക്കാരാണെന്നും ജയരാജൻ പറഞ്ഞു. രാഷ്ട്രീയമായി നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥരും പല ഘട്ടങ്ങളിലും CPMനും ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കുമൊക്കെ എതിർപ്പുയർത്തിയ നടപടി കൈക്കൊണ്ടവരിലുണ്ടാകാം. കൂത്തുപറമ്പ് വെടിവയ്പ്പിന്റെ കാര്യത്തിൽ റവാഡ ഉൾപ്പെടെ ആളുകൾക്കെതിരെ അന്ന് ആക്ഷേപം ഉന്നയിച്ചതാണ്. റവാഡ ഒറ്റയ്ക്കല്ല, ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തിചാർജിനും വെടിവയ്പ്പിനുമൊക്കെ ഇടയാക്കിയ സംഘർഷമുണ്ടാക്കിയത്. DYSPമാരായിരുന്ന ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി MV രാഘവൻ അന്ന് കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലെത്തിയത്. പിന്നാലെ സംഘർഷമുണ്ടായി, വെടിവയ്പും ഉണ്ടായി. അന്ന് കൂട്ടത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു റവാഡ ചന്ദ്രശേഖർ. എന്തായാലും DGP സ്ഥാനത്തേക്ക് പരിഗണിച്ച നിതിൻ അഗർവാളിനെതിരെ CPM നിയമപരമായി നീങ്ങിയതിനെ കുറിച്ചും ജയരാജൻ പ്രതികരിച്ചു. ഇപ്പോഴത്തെ പാർട്ടിയുടെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറിയായ M സുകുമാരനെ ലോക്കപ്പിൽ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ എന്നാണ് P ജയരാജൻ പറഞ്ഞത്. സുകുമാരൻ അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരുന്നു. അന്ന് അത്തരം നടപടികൾക്കെതിരെ CPMവും മറ്റ് പ്രസ്ഥാനങ്ങളും ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും P ജയരാജൻ വ്യക്തമാക്കി. എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനമാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും ബാക്കിയെല്ലാം സർക്കാരാണ് തീരുമാനിക്കുന്നതെന്നും P ജയരാജൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട കാര്യമല്ല. സർക്കാരിന് മുന്നിൽ വന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. അക്കാര്യം വിശദീകരിക്കേണ്ടത് സർക്കാരാണെന്നും P ജയരാജൻ പറഞ്ഞു. CPM RSS സംഘർഷമുണ്ടായിരുന്ന സമയത്ത് CPMന്റെ ഇപ്പോഴത്തെ തലശ്ശേരി ഏരിയ സെക്രട്ടറി M സുകുമാരനെ ലോക്കപ്പിൽ ഭീകരമായി തല്ലിച്ചതച്ച കേസിൽ നിതിൻ അഗർവാൾ പ്രതിയായിരുന്നു. ഇതെന്തായാലും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതിനെതിരെ പാർട്ടി അന്ന് തന്നെ പരാതി നൽകിയതാണ്. അന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചതാണ്. ഇന്ന് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ 3 പേരുകൾ സർക്കാരിന്റെ മുന്നിൽ വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് റവാഡ ചന്ദ്രശേഖറിനെ നിയമിച്ചതെന്നും P ജയരാജൻ പ്രതികരിച്ചു. ചുമതല നിർവഹിക്കാൻ ആരാണ് യോഗ്യനെന്ന് സർക്കാർ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് പോലീസുകാർക്ക് നിർദ്ദേശം നൽകാൻ CPMനാകില്ല. പാർട്ടി ഭരണം എന്ന് പണ്ട് ആരോപണമുയർന്നിരുന്നു. ചുമതലയേറ്റതിനു ശേഷം റവാഡ എടുക്കുന്ന നടപടികളെക്കുറിച്ച് അതിനുശേഷം അറിയാമെന്നും P ജയരാജൻ വ്യക്തമാക്കി. എന്തായാലും ഡൽഹിയിൽ ആണ് ഇപ്പോൾ റവാഡ ആയിരിക്കുന്നത്. അദ്ദേഹം വൈകിട്ടോടെ തിരുവനന്തപുരത്ത് എത്താനാണ് സാധ്യത. കേന്ദ്ര അനുമതി കിട്ടിയാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വിമാനത്തിൽ തിരിക്കും. ഇല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ അദ്ദേഹം കേരളത്തിലേക്ക് എത്തും. 2026 ജൂലൈ അവസാനം വരെയാണ് റവാഡ ചന്ദ്രശേഖറിന്റെ സർവീസ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ 15 വർഷത്തെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. എന്തായാലും ഒരു പോലീസ് മേധാവി തലപ്പത്തേക്ക് അദ്ദേഹം എത്തുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കും.
മകൻ സർവീസുകാരനാകണമെന്നായിരുന്നു കർഷകനായ പിതാവ് റവാഡ വെങ്കിട്ടറാവുവിന്റെ ആഗ്രഹം. എന്നാൽ ഡോക്ടറാകാനായിരുന്നു റവാഡ ചന്ദ്രശേഖരന്റെ ആഗ്രഹം. MBBS കിട്ടാത്തതിനാൽ അഗ്രികൾച്ചറൽ പഠനത്തിലേക്ക് നീങ്ങി. PG കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസിലേക്ക് തിരിഞ്ഞു. 1991 ബാച്ചിൽ IPS കിട്ടി. തലശ്ശേരി ASP ആയി തുടക്കം. പക്ഷേ തുടക്കം കുറച്ച് കഠിനമായിരുന്നു. കൂത്തുപറമ്പ് വെടിവയ്പ്പിനെ തുടർന്ന് സസ്പെൻഷനിലായി. പിന്നീട് സർവീസിൽ തിരിച്ചെത്തിയ റവാഡ വിവിധ ജില്ലകളിലായി പോലീസ് മേധാവിയായി പേരെടുത്തു. തിരുവനന്തപുരം കമ്മീഷണറായിരുന്നു. ഇടയ്ക്ക് UN ഡെപ്യൂട്ടേഷനിൽ പോയി. മടങ്ങിയെത്തിയ ശേഷം SCRB-യിൽ IG ആയി. എന്തായാലും അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം കൂടി നോക്കാം. സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതിനെ ന്യായീകരിച്ച് MV ഗോവിന്ദൻ. പുതിയ DGP നിയമനത്തിൽ CPM സർക്കാരിനൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂത്തുപറമ്പ് കേസിൽ റവാഡയെ കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയതാണെന്നും പാർട്ടി പ്രവർത്തകരുടെ വികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. P ജയരാജൻ എതിർപ്പല്ല പറഞ്ഞതെന്നും MV ഗോവിന്ദൻ P ജയരാജൻ പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിച്ചു. അതേസമയം മന്ത്രിയെ രക്ഷിക്കാനാണ് കൂത്തുപറമ്പിൽ വെടിവയ്പ് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിയെ കൊല്ലാൻ പദ്ധതിയിട്ടാണ് അന്ന് CPM വന്നതെന്നും VD സതീശൻ പറഞ്ഞു. DGP നിയമനം അതിന്റെ നടപടിക്കനുസരിച്ച് പോകുമെന്നും VD സതീശനും പ്രതികരിച്ചു. എന്തായാലും പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും S ദർവേഷ് സാഹിബ് ഇന്ന് ഒഴിയും. അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കൂടി നമുക്ക് പോകാം. കേരള പോലീസിൽ ഒരു പരാതി പറഞ്ഞാൽ മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ ഉപരി കാര്യക്ഷമമായി നടപടി ഉണ്ടാവുമെന്ന് സ്ഥാനമൊഴിയുന്ന പോലീസ് മേധാവി S ദർവേഷ് സാഹിബ് പറഞ്ഞു. മികച്ച വിദ്യാഭ്യാസമുള്ള ഉദ്യോഗസ്ഥരാണ് കേരളത്തിലെ പോലീസ് സേനയിലുള്ളത്. ഇത് സൈബർ കുറ്റകൃത്യങ്ങൾ പോലുള്ളവ കൈകാര്യം ചെയ്യുന്നതിന് ഉപകരിക്കുന്നുണ്ട്. കേരള പോലീസിലെ ഓരോ ഉദ്യോഗസ്ഥരും വളരെ സമർപ്പിതരാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന വിരമിക്കൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 35 വർഷത്തെ സേവനം അവസാനിപ്പിച്ച് ഈ പദവിയിൽ നിന്ന് വിരമിക്കുകയാണ്. ചുമതല ഏൽപ്പിച്ച എല്ലാവരോടും കടപ്പാടുണ്ട്. തുടക്കം മുതൽ ഇന്നുവരെ കൂടെ നിന്ന് ഓരോരുത്തർക്കും നന്ദി. പ്രൊഫഷണലിസം, പ്രതിബദ്ധത, ത്യാഗ, സന്നദ്ധത എന്നിവ കൊണ്ട് കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ മികച്ച പോലീസ് സംവിധാനമാണ്. ക്രമസമാധാനത്തിലായാലും കുറ്റാന്വേഷണത്തിലായാലും കേരള പോലീസിന് പ്രശംസകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. സൈബർ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും നാർക്കോട്ടിക് ഡ്രഗ്സുമാണ് സംസ്ഥാന പോലീസ് ഭാവിയിൽ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി. ഇവ നിയന്ത്രിക്കാനുള്ള പല നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. പല കേസുകളും തെളിയിക്കാനായി എന്നും ദർവേഷ് സാഹിബ് പറഞ്ഞു. കേരള ജനതയെ സേവിക്കാൻ അവസരം നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തന്റെ സർവീസിലുടനീളമുള്ള മറ്റു മുഖ്യമന്ത്രിമാർ, വിവിധ വകുപ്പ് മന്ത്രിമാർ, സഹപ്രവർത്തകർ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നന്ദി പറയുന്നു. ഒരു ഓഫീസിൽ പോയാൽ അവിടുത്തെ ഓഫീസർ നമ്മോട് എങ്ങനെ പെരുമാറണം എന്നാണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെയാണ് നമ്മൾ അങ്ങോട്ടും സേവനം ചെയ്യേണ്ടത്. യൂണിഫോം ഉണ്ടായാലും ഇല്ലെങ്കിലും രാജ്യത്തിനും സംസ്ഥാനത്തിനുമായുള്ള സേവനത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നും ദർവേഷ് സാഹിബ് തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ വ്യക്തമാക്കി. എന്തായാലും അദ്ദേഹം സ്ഥാനമൊഴിയുന്നു. സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരുന്നു. പുതിയ ആൾ വരുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. കൂത്തുപറമ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലൊക്കെ ആരോപണ വിധേയനായ വ്യക്തി കൂടിയാണ് ഇപ്പോൾ പുതിയ പോലീസ് മേധാവിയായിട്ട് വരുന്നത്. ഈ വിഷയത്തിലൊരു രാഷ്ട്രീയ പ്രതികരണമൊക്കെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും